ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. വയനാട്ടിലെ ഒരു ഗ്രാമത്തിലുള്ള ഹെൽത്ത് സെന്ററിന്റെ ഓടിട്ട മേൽക്കൂരയിൽ മഴ താളമില്ലാതെ അടിച്ചുപെയ്യുകയാണ്. നഴ്സായി ആര്യ ജനാലയത്തിൽ വന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. കാറ്റിൽ മരങ്ങൾ പേടിപ്പെടുത്തുന്ന രൂപങ്ങളെപ്പോലെ ആടുന്നുണ്ട്. കൂട്ടിനുണ്ടായിരുന്ന അറ്റൻഡർ ചന്ദ്രേട്ടൻ മരുന്നുകൾ എടുക്കാൻ ടൗണിലേക്ക് പോയതാണ്. ഫോണിന് റേഞ്ചുമില്ല. പെട്ടെന്നാണ് ദൂരെ നിന്ന് ഒരു ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം മഴത്തുള്ളികളെ കീറിമുറിച്ച് വരുന്നത് അവൾ കണ്ടത്. ആര്യ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ടത് നനഞ്ഞു കുതിർന്ന രഘുവിനെയാണ്. സിസ്റ്റർ, ഒന്ന് വേഗം വരൂ, എന്റെ ഭാര്യ ലീല, അവൾക്ക് വേദന സഹിക്കാൻ വയ്യ. ആര്യ ഒന്നും ആലോചിച്ചില്ല. കുടയുമെടുത്ത് അവൾ ആ ജീപ്പിനടുത്തേക്ക് പാഞ്ഞു. രഘു, ടൗണിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ലേ? ഇല്ല സിസ്റ്റർ, വലിയ തോട് പാലം കവിഞ്ഞൊഴുകുകയാണ്. അപ്പുറത്തെ വളവിൽ മരം വീണ വഴി പൂർണ്ണമായും അടഞ്ഞു. വണ്ടി എങ്ങും പോകില്ല. രഘുവിന്റെ ശബ്ദം ഇടറി. ICU സൗകര്യങ്ങളോ സീനിയർ ഡോക്ടർമാരോ ഇല്ലാത്ത ആ ചെറിയ സെന്ററിൽ വെച്ച് ഇത് കൈകാര്യം ചെയ്യുക എന്നത് വലിയൊരു റിസ്ക്കാണ്. പക്ഷേ ലീലയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഇപ്പോൾ തന്റെ കൈകളിലാണ്. ലീല, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, ആര്യ അവളെ ആശ്വസിപ്പിച്ചു. രഘുവിന്റെ സഹായത്തോടെ ലീലയെ അകത്തെ ഒരു ടേബിളിലേക്ക് മാറ്റി. അപ്പോഴാണ് വില്ലനായി കറണ്ട് പോയത്. ഇൻവെർട്ടർ പണിമുടക്കിയിരുന്നു. പുറത്തെ ഇടിമുഴക്കം ലീലയെ കൂടുതൽ ഭയപ്പെടുത്തി. രഘു, വേഗം പോയി ആ എമർജൻസി ലാമ്പ് എടുക്കൂ. പിന്നെ കുറച്ച് ചൂടുവെള്ളവും വൃത്തിയുള്ള തുണികളും വേണം, ആര്യ ശാന്തതയോടെ പറഞ്ഞു. ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചാൽ ലീല തളർന്നു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ആര്യ ലീലയുടെ അരികിലിരുന്ന് അവളുടെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കൊടുത്തു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടം. ഇടയ്ക്ക് ലീലയുടെ BP താഴുന്നത് കണ്ട് ആര്യ ഒന്ന് പരിഭ്രമിച്ചു. പുറത്ത് മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു. ജനാലകൾ കാറ്റിൽ ആഞ്ഞടിക്കുന്നു. ആര്യ ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കുകയായിരുന്നു. തന്റെ പഠനകാലത്തെ ഓരോ പാഠങ്ങളും അവൾ മനസ്സിൽ ധ്യാനിച്ചു. പുലർച്ചെ 3 മണിയോടടുക്കുന്നു. ലീലയുടെ വേദന അതിന്റെ പരമാവധിയിലെത്തി. മഴയുടെ ഇരമ്പലിനെ തോൽപ്പിച്ചുകൊണ്ട് ഒരു പിഞ്ചുകുഞ്ഞിന്റെ കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി. ഒരു ആൺകുഞ്ഞ്. ആര്യ ആ കുഞ്ഞിനെ കൈകളിൽ എടുത്തു. ആ നിമിഷം പുറത്തെ മഴ പെട്ടെന്ന് ശമിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൾ കുഞ്ഞിനെ വൃത്തിയാക്കി ലീലയുടെ നെഞ്ചിലേക്ക് വെച്ചുകൊടുത്തു. ലീലയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകി. സിസ്റ്റർ, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ. ലീലയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നതും ആര്യ റിപ്പോർട്ട്സ് എഴുതുന്നതിനോടൊപ്പം നേരത്തെ വിവരമറിയിച്ച ആംബുലൻസ് എത്തി. അമ്മയെയും കുഞ്ഞിനെയും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആക്കാൻ തയ്യാറെടുത്തു. ആര്യയുടെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രിയുടെ ക്ഷീണവും ഒരു വലിയ യുദ്ധം ജയിച്ച പോരാളിയുടെ സംതൃപ്തിയുണ്ടായിരുന്നു. ചില രാത്രികൾ പെയ്യുന്നത് മുറിപ്പെടുത്താനല്ല, മറിച്ച് പുതിയ ജീവനുകളെ ഭൂമിയിലേക്ക് നനച്ചുണർത്താനാണ്. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.